اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ഒമ്പതാമത്തെ ഹിക്മത്തായിട്ട് പറയുന്നു, തനവ്വഅത്ത് അജ്നാസുൽ അഅമാലി ലി തനവ്വുഇ വാരിദാത്തിൽ അഹ്വാലി. കഴിഞ്ഞു. തനവ്വഅത്ത് അജ്നാസുൽ അഅമാലി, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കളുടെ അമലുകളുടെ ഇനങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കുന്നു. തനവ്വഅത്ത് പറഞ്ഞതാണ്. തനവ്വഅത്ത് അജ്നാസുൽ അഅമാലി, അമലുകളുടെ കർമ്മങ്ങളുടെ ഇനങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കുന്നു. എന്താണ് കാരണം? ലി തനവ്വുഇ വാരിദാത്തിൽ അഹ്വാലി, അവരെ ഹൃദയത്തിൽ ഉദിച്ച അവസ്ഥാവിശേഷങ്ങൾ വ്യത്യസ്തങ്ങളായതിനു വേണ്ടി. എന്താ ഈ പറയണറിയോ? അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്നതാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി തങ്ങളൊക്കെ വ്യക്തമായി പറയുന്നത്. ഇന്ന ദാഇറത്തൽ ഔലിയാഇ ലാ തൻഖതിഉ അബദ, ഒരു കാലത്തും ലോകത്ത് ഔലിയാക്കൾ ഇല്ലാത്തൊരവസ്ഥ വരൂല. അതില്ലാത്തൊരവസ്ഥ വന്നാൽ പിന്നെ ഖിയാമത്ത് നാളാണ്. അപ്പൊ നമ്മൾ കാലങ്ങളായി പല ആരിഫീങ്ങളിൽ നമ്മൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. പക്ഷെ എല്ലാവരുടെ ജീവിത രീതികളും മാറ്റുണ്ട്, ഒക്കെ വ്യത്യസ്തങ്ങളാണ്. എന്താണ് അതിന് കാരണം? അവരെ ഹൃദയത്തിലേക്ക് അല്ലാഹു തആല ഇറക്കുന്ന തജല്ലിയാത്തുകളാകുന്ന ആത്മരഹസ്യങ്ങളുണ്ട്. അത് വ്യത്യസ്തങ്ങളാകുമ്പോൾ അവരെ അമലുകളും എന്തായിരിക്കും? വ്യത്യസ്തങ്ങളായിരിക്കും. അതാണ് ഈ പറയണത് തനവ്വഅത്ത് അജ്നാസുൽ അഅമാലി, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളുടെ കർമ്മങ്ങളുടെ ഇനങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കുന്നു. എന്താണ് കാരണം? ലി തനവ്വുഇ വാരിദാത്തിൽ അഹ്വാലി, അവരെ ഹൃദയത്തിൽ ഉദിച്ച അവസ്ഥകളുണ്ടല്ലോ, അത് വ്യത്യസ്തമായതിന് വേണ്ടി. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം കബീർ, സൈനുദ്ദീൻ മഖ്ദൂം വലുതുണ്ട് ചെറുതുണ്ട്, അതിൽ പൊന്നാനി മറവിട്ട് കിടക്കുന്ന മഹാൻ, അദ്ദേഹത്തിന്റെ അദ്കിയ എന്ന് പറയുന്ന കിതാബുണ്ട്. അതിൽ പറയുന്നുണ്ട്, വലികുല്ലി വാഹിദിഹിം തുരീക്കും മിൻ തുറുഖ് യഖ്താറുഹു ഫയകൂനു മിൻ ദാ വസില. ഓരോ ഔലിയാക്കൾക്കും വ്യത്യസ്തങ്ങളായ ഓരോ വഴികളുണ്ട്. അവരിഷ്ടമുള്ള വഴി തെരഞ്ഞെടുത്തിട്ട് അള്ളാഹുവിലേക്ക് ഉസൂലാവും. ഓരോ ഔലിയാക്കൾക്കും വ്യത്യസ്തങ്ങളായ വഴികളാണ്. എന്നിട്ട് അതിന് ഉദാഹരണം പറയുന്നുണ്ട്, കജുലൂസിഹി ബൈനൽ അനാമി മുറബ്ബിയ വകകസറത്തിൽ ഔറാദി കസ്സൗമി സ്വലാഹ്. ചില ആളുകള് ജനങ്ങൾക്കിടയിൽ ഒരു മുറബ്ബിയായിട്ട് ജനങ്ങൾക്കിടയിൽ ജീവിക്കും. ഒരു ഷെയ്ഖും ഗുരുക്കന്മാരുമായിട്ട് ഒരു കാൺഗാഹിലൊക്കെ ഇങ്ങനെ ഒരുമിച്ചുകൂടി ഈ ഷെയ്ഖ് മുരീദന്മാർക്ക് ഉപദേശങ്ങളൊക്കെ നിർദ്ദേശിക്കുന്ന ആ രൂപത്തിൽ ചില ഷെയ്ഖന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഷെയ്ഖ് അദ്ദേഹത്തിന്റെ മുരീദന്മാരെ ആത്മീയ ഉന്നതിയിലേക്ക് ഉയർത്താൻ വേണ്ടി അവർക്കിടയിൽ ജീവിച്ചുകൊണ്ട് അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ട് അങ്ങനെ ചില ഔലിയാക്കൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ വേറെ ചില ആളുകൾ ബക്കസറത്തുൽ ഔറാദി, ഓല് അവരുടെ ഔറാദുകൾ തോനെ പെരുപ്പിച്ച് എപ്പോഴും ഓല് ദിക്റിലും ദായിമിലും തന്നെ കാരണം പിറുപിറേനെ അവരിങ്ങനെ ചെല്ലും കൊണ്ടേയിരിക്കും. അങ്ങനെ കുറെ ആളുകളുണ്ട്. ചില ആളുകൾക്ക് സൗമി, ധാരാളം സുന്നത്ത് നോമ്പ് എടുത്തിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ചില ആൾക്കാർ. ചില ആൾക്കാർ നിസ്കരിച്ചിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ചില ആൾക്കാർ. അപ്പൊ ഔലിയാക്കളുടെ ജീവിത രീതികളൊക്കെ വ്യത്യസ്തങ്ങളാണ്. മാത്രമല്ല ചില ആൾക്കാര് ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്കിടയിൽ കണ്ടിട്ടുണ്ടാവും. ചില ആളുകള് സാധാരണ കൂലിപ്പണി എടുത്തിട്ട് അതുകൊണ്ട്
എന്ത് ചെയ്യുക, സ്വതക്ക ചെയ്തുകൊണ്ട് ആവശ്യത്തിന് മാത്രം എടുത്ത് അല്ലാത്തത് സ്വതക്ക ചെയ്ത് ജീവിക്കുന്ന ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഓരോ ആളുകളും വ്യത്യസ്തങ്ങളാണ്. ഇപ്പൊ നമ്മള് പിന്നെ മുതുതലന്ന് അങ്ങോട്ട് പോയിട്ട് നമ്മളെ താളിക്കുത്ത് എന്നൊക്കെ കേട്ടു. താളിക്കുത്ത് മുതുതലന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഒരു ബീരാനുപ്പാപ്പ എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. ബീരാനുപ്പാപ്പ, നിങ്ങൾ ഈ മറ്റേ വള്ളുവമ്പലത്തുനിന്ന് മലപ്പുറത്തേക്ക് ബസ് കയറുമ്പോ വലതും ഇടതും ഒരുപാട് മൂച്ചികളും മരങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അല്ലേ? നല്ല തണലുള്ള. അതൊക്കെ ഈ ബീരാനുപ്പാപ്പ എന്ന് പറയുന്ന മഹാന് ഉണ്ടാക്കിയതാണ്, കുത്തി ഉണ്ടാക്കിയതാണ്. മനസ്സിലാവുണ്ടോ? അങ്ങനെ മൂപ്പര ആരെങ്കിലും കണ്ടാ പൊക്കണത്തുനിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് അവിടെ കൊടുക്കും. കണ്ട ഒരു സാഹിദിന്റെ ഒരു അരമുറിയുള്ള തുണി എടുത്തിട്ട് ഒരു സാഹിദിന്റെ കോലത്തിലാണ് മൂപ്പരുണ്ടായിരുന്നത്. എന്നാൽ മറ്റു ചില ആൾക്കാർ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ ആരോടും ഉണ്ടാതെ വെറും ഔറാദുകളായി ജീവിക്കുന്ന പല ആൾക്കാരുണ്ടാവും. അങ്ങനെ ഓരോ ആളുകളുടെയും ജീവിത രീതികൾ വ്യത്യസ്തങ്ങളാണ്. എന്താ കാരണം? ഈ തജല്ലിയാത്ത് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയശുദ്ധി ഉള്ളവരിലേക്ക് മാത്രം കൊടുക്കുന്ന അള്ളാഹുവിന്റെ ഖാസായ ചില നൂറുകളുണ്ട്, ഫൈലുകൾ. അതിനെന്ത് വേണം? ഓന്റെ ഹൃദയം ക്ലീൻ ആയിരിക്കണം. ഓന്റെ ഹൃദയത്തിൽ കിബറ് പാടില്ല, ഹസദ് പാടില്ല, ഉജ്ബ് പാടില്ല, റിയാ പാടില്ല, ഇതൊന്നും പാടില്ല. ഇതിനെ തൊട്ടൊക്കെ ശുദ്ധമായ കൽബിലേക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തജല്ലിയാത്തുകളാകുന്ന നൂറാനിയത്തുകൾ ഓന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കും. അത് ചിലപ്പോ എനിക്ക് ഇട്ടുതരുന്ന മാതിരി ആവൂല നിങ്ങൾക്ക് തരുന്നത്, നിങ്ങൾക്കുള്ള മാതിരി ആവൂല വേറെ ആൾക്ക് ഇത്. കാരണം ഔലിയാക്കളുടെ ദറജകളൊക്കെ മാറ്റമുണ്ട്. നുജബാ എന്ന് പറയുന്ന ഒരു ഔലിയാക്കളുണ്ട്, നുഖബ എന്ന് പറയുന്ന വേറെ വിഭാഗമുണ്ട്, അബ്ദാലുകൾ എന്ന് പറയുന്ന വേറെ വിഭാഗമുണ്ട്, അഫ്രാദുകൾ എന്ന് പറയുന്ന വേറെ വിഭാഗമുണ്ട്, ഔത്താദ് ഉണ്ട്, അതുപോലെ തന്നെ അക്താബുകളുണ്ട്, അതുപോലെ തന്നെ കുത്തുബുൽ സമാൻ ഉണ്ട്, കുത്തുബുൽ അക്താബ് ഉണ്ട്, കുത്തുബുൽ മക്തൂം ഉണ്ട്. പല ദറജകളാണ്, പല ദറജകളാണ് എന്ത് ഇവർക്കൊക്കെ ഉണ്ടാകുക. ഓരോ ആളുകളുടെ ദറജക്കനുസരിച്ചിട്ട് അവരെ ഹൃദയത്തിന്റെ ഹിമ്മത്തനുസരിച്ച് അവരിലേക്ക് എന്ത് ഇട്ടു കൊടുക്കും. ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഹിമ്മത്ത് നമ്മൾ കണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ കാണാൻ വേണ്ടി പോയിട്ട് അല്ലെ, അള്ളാഹുവിന്റെ ഒരു നൂറാനിയത്തിന്റെ ഒരു അംശം തൂരി സീന പർവ്വതത്തുമ്പോ പതിച്ചപ്പോ മൂസാ നബി എന്ത് ചെയ്തു? ഖർറ മൂസ സൈഖ. ഖുർആൻ പറയുന്നു. എന്നാ അള്ളാന്റെ റസൂലോ ഖാബ ഖൗസൈനി ഔ അദ്ന. അമ്പ് വില്ലിനോട് അടുക്കുന്നത് പോലെ അള്ളാഹും അള്ളാന്റെ റസൂലും എന്ത് ചെയ്തു? പരസ്പരം അങ്ങനെ വല്ലാതെ പറയാൻ പറ്റൂല. എന്ന് പറഞ്ഞാല് അവര് പരസ്പരം സംഭാഷണം നടത്തി. റസൂലുള്ളാഹിക്ക് തിരിച്ചു വന്നിട്ട് വല്ലതും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാം എത്രയോ ഹിജാബിന്റെ അപ്പുറത്തുനിന്ന് അള്ളാന്റെ നൂറ് പർവ്വതത്തുമ്മക്ക് പതിക്കുന്നത് കണ്ടിട്ട് ബോധം കിട്ടുപോയി. കാരണം എന്താ? ഒന്ന് വലിയ ഉന്നതമായ ഒന്ന് അഷ്റഫുൽ ഖൽഖാണ്, ഒന്ന് ഹബീബുള്ളയും ഒന്ന് കലീമുള്ളയുമാണ്. ഒന്ന് ഹബീബുള്ളയും ഒന്ന് കലീം. അത് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഉറഫം മിനൽ ബഹരി ഔ റഷ്ഫം മിനദ്ദിയമി എന്ന് ബുർദി പറയുന്നുണ്ട്. അള്ളാന്റെ റസൂൽ ഒരു സമുദ്രമാണെങ്കിൽ മറ്റുള്ള ആളുകൾക്കൊക്കെ അതിനൊരു കോരൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഔ റഷ്ഫം മിനദ്ദിയമി, അള്ളാന്റെ റസൂൽ ശക്തമായ ഒരു മഴയാണെങ്കിൽ അതിന്ന് ഒരു തുള്ളി മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതിനൊരു ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതേപോലെ തന്നെയാണ് ഔലിയാക്കളും. അവരെ ദറജക്കനുസരിച്ച് അവരെ ഹൃദയത്തിലേക്ക് അള്ളാഹു താല കൊടുക്കുന്ന ആത്മീയമായ രഹസ്യങ്ങളുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഓല് എന്ത് ചെയ്യുക? അമലുകൾ ചെയ്യുക. പിന്നെ ഇവർക്ക് തന്നെ രണ്ടവസ്ഥ ഉണ്ട്. ഖബുല് ബസ്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. ശരിക്കും സാധാരണക്കാരായതുകൊണ്ട് തിരിയുന്ന രൂപത്തിൽ പറഞ്ഞാണ്. ഖബുല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചെറിയ രൂപത്തിൽ അതൊന്നും ഇങ്ങനെയല്ല പറയണ്ട കേട്ടോ. ഖബുല് ബസ്ത് എന്ന് പറഞ്ഞാല്, ഖബുല് പറഞ്ഞാൽ ഹൃദയത്തിന് ഭയങ്കര ഇടുക്കം തോന്നും. ഇടുക്കം തോന്നിപ്പോ ഒരു ഇടുക്കം, എപ്പോഴും ടെൻഷനേക്കാറ്. ആ സമയത്ത് ഒരു ജലാലിയത്തിന്റെ അവസ്ഥയേക്കാറ്. നിങ്ങൾ കണ്ടില്ല, ചില ഔലിയാക്കൾക്ക് എല്ലാം പറ്റൂല, ആട്ടുകൾ ഓടുന്നു. കാരണം എന്താ? ഒരു ജലാലിയത്തിന്റെ അവസ്ഥയാണ്. ഈ ചെല്ലുന്ന അള്ളിയും പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, ദിക്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ചൂടുള്ള സാധനമാണ്. അത് വല്ലാതെ ചെല്ലിക്കഴിഞ്ഞാൽ ശരീരം ഹീറ്റായി നമുക്ക് ഒലബ് എന്താവും? അമിതമായ ഒലബ് വരും. അപ്പൊ ഇതിന്റെ അടിയിൽ ഓല ഹൃദയം കബുലാകും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരാളങ്ങോട്ട് ചെല്ലാൻ പോലും ഒരു സംഭവിക്കൂല. ബസ്താകുന്ന സമയം, വിശാലമാകുന്ന സമയം ഭയങ്കര സ്നേഹിക്കാൻ, ഭയങ്കര ഒരു സ്നേഹത്തിന്റെ അവസ്ഥയൊക്കെ. ഇതൊക്കെ ഔലിയാക്കൾക്കുള്ള അവസ്ഥകളാണ്. നമ്മളൊക്കെ പല ഔലിയാക്കളും കണ്ടിട്ടുണ്ട്. ചില ആളുകൾ ഇപ്പൊ അല്ലെ, നമ്മളെ ഇതിൽ കൂടെ തന്നെ ഉണ്ട്. ചില ഔലിയാക്കൾ ഇങ്ങനെ നടന്നു പോകുന്ന എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ട്.
മറ്റു ചില ആൾക്കാർ ജനങ്ങൾക്കിടയിലൊക്കെ ഇരുന്ന് അവർക്ക് വേണ്ട ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്ന അങ്ങനത്തെ കുറെ ആൾക്കാർ. അങ്ങനെ പല രൂപത്തിൽ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളുണ്ട്. അത് അവർക്ക് കിട്ടുന്ന ആത്മീയ രഹസ്യങ്ങൾക്കനുസരിച്ചിട്ട് അവരുടെ ജീവിത രീതിയിൽ മാറ്റം ഉണ്ടാവും, അവരുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവും, ഇടപെടലുകളിൽ മാറ്റം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. കാരണം ബഹുമാന്യരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ ഫത്ഹ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അള്ളാഹു താല ഒരു മനുഷ്യന് ഔദാര്യമായിട്ട് അവന്റെ ഹൃദയത്തിക്ക് തുറന്നു കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. ആ ഫത്ഹ് തന്നെ 3 നിലക്കുണ്ട്. 1 ഫത്ഹ് കൗനി, 2 ഫത്ഹ് മലക്കൂത്തി, 3 ഫത്ഹ് റബ്ബാനി. ഈ 3ന്റെയും അവസ്ഥകൾക്ക് തന്നെ എന്തുണ്ടാവും? മാറ്റങ്ങളുണ്ടാവും. ചിലപ്പോ ഞമ്മക്ക് ചില ആൾക്കാരെ കണ്ടാ ചിലപ്പോ ഒരു പൊക്കണം കെട്ട് പോകണുണ്ടാ നമുക്ക് തോന്നുന്ന ഇവനൊരു എന്താണ് ധർമ്മമൊക്കെ ചോദിച്ചിങ്ങനെ പോകുന്ന ആളാന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഓല ഹൃദയം നിറഞ്ഞു നിൽക്കുക. ഞാൻ മുമ്പൊരിക്കൊരു ഹദീസ് വായിച്ചില്ലേ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ചില ആളുകളുടെ ശരീരങ്ങൾ ഭൂമിയിൽ തന്നെയാണ്, പക്ഷെ ഓല ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ അർശിന്റെ തഹത്തിലാണ്. ഓല എപ്പോഴും ഹളറത്തുൽ ഖുദ്സിലാണ്. ഓല മുമ്പിൽ മറകളില്ല. അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു ചിന്തയല്ലാത്ത വേറൊരു മറകളും ഓല മുമ്പിലില്ല. ഈ ലോകത്ത് ഒന്നും ഓല സ്വാധീനിച്ചിട്ടില്ല. ഈ ലോകത്തിന്റെ ആഡംബരങ്ങളോ വർണ്ണങ്ങളോ അതുപോലെ ലൗകികമായ സുഖങ്ങളോ അതൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഓല സ്വാധീനിച്ചിട്ടില്ല. നാളെ പരലോകത്ത് ചില പ്രവാചകന്മാരെ ഹാജരാക്കും. അതിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട സയ്യിദന സുലൈമാൻ നബി അലൈഹി സ്വലാം, ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാം, അതുപോലെ പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം. അപ്പൊ നാളെ പരലോകത്ത് വിചാരണക്ക് കൊണ്ടുപോകുമ്പോ ഒരാള് പറയും, അല്ലാഹുവേ, ഞാന് എൻ്റെ നാട്ടിലെ രാജാവിരുന്നു, അതുകൊണ്ട് പ്രജകളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിൽ ഏർപ്പെട്ടത് കൊണ്ട് എനിക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പൊ അള്ളാഹു താല സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ കൊണ്ടുവരും. എന്ന് പറയും, സുലൈമാൻ നബിയെ, നിങ്ങളൊരു രാജാവല്ലിരുന്നു, നിങ്ങള് രാജാവാക്കിയിട്ട് നിങ്ങളൊരു സെക്കൻഡെങ്കിലും എന്നെ മറന്നുകൊണോ? ഇല്ല അള്ളാഹുവേ, ഞാൻ മറന്നിട്ടില്ല. അപ്പൊ ആ മനുഷ്യനോട് പറയും, നിന്നേക്കാളും വലിയ രാജാവായിരുന്നു ഇദ്ദേഹം, എന്നിട്ട് അദ്ദേഹം എന്നെ മറന്നിട്ടില്ല, അതുകൊണ്ട് നീ നരകത്തേക്ക് പോകുന്നു. വേറൊരാൾ വന്നിട്ട് പറയും, അള്ളാഹുവേ, ഞാൻ ഇനി മാരക രോഗിയിരുന്നു, ഈ രോഗം കാരണമായി എനിക്ക് അമലുകളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, നിന്നെ ഓർക്കാനും നിനക്ക് വേണ്ടി ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പൊ അള്ളാഹു താല സയ്യിദന അയ്യൂബ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് പറയും, അയ്യൂബ് നബി, ഞങ്ങൾക്ക് മാരക രോഗം ഞാൻ തന്ന്, എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ നിങ്ങൾ എന്നെ മറന്നോ? ഇല്ല അള്ളാഹുവെ, മറന്നിട്ടില്ല. അപ്പൊ എക്സ്ക്യൂസ് പറ്റൂല, അദ്ദേഹത്തിന് നരകത്ത്. മൂന്നാമത്തെ ആളെ കൊണ്ടുവരും. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവെ, ഞാന് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ഞാന് കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടാണ്. ഒരഭിപ്രായ പ്രകാരം ഞാനൊരു അടിമയായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അള്ളാഹു താല യൂസുഫ് നബിനെ കൊണ്ടുവരും. മൂപ്പര് അടിമയായിരുന്നു, അതുപോലെ തന്നെ ജയിലിൽ 12 വർഷത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ട്. ആര്? സയ്യിദുന യൂസുഫ് നബി അലൈഹി സ്വലാം. അതിലൊക്കെ പണ്ഡിതന്മാർക്ക് ഖിലാഫ് ഉണ്ടെങ്കിൽ പോലും. അപ്പൊ അള്ളാഹുവിന്റെ അടുത്ത് ഒന്നും ചെയ്തിട്ടില്ല എന്ന ഒരു എക്സ്ക്യൂസ് പറയാനുള്ളൊരു വകുപ്പില്ല. അപ്പൊ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ ഇങ്ങനെ ഈ ചരിത്രങ്ങൾ കേൾക്കുന്നതിനേക്കാൾ വേണ്ടത് നമുക്ക് എങ്ങനെ ആ റൂട്ടിലേക്ക് കയറാന്നുള്ളതാണ്. അമൃതങ്ങളെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അമ്പംകുന്ന് വീരനപ്പാപ്പാടെ കറാമത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ മഴപ്പെടുത്ത കാതിർപ്പാപ്പാന്റെ കഥ ഒക്കെ കേട്ടിട്ടുണ്ടാവും, ഇപ്പൊ മഴ പെയ്യിപ്പിച്ച കഥയൊക്കെ നമ്മൾ പറയുണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് നമുക്കൊരു കാതിർപ്പാപ്പ ആയിക്കൂടാ? എന്തുകൊണ്ടൊരു മമ്പ്രന്തങ്ങൾ നമുക്ക് ആയിക്കൂടാ? എന്തുകൊണ്ടൊരു ഉമർക്കാളി നമുക്ക് ആയിക്കൂടാ? നമ്മളീ അവരൊക്കെ വലക്കത് കറംന ബനി ആദമിൽ നമ്മൾ മൂലക്കപ്പെട്ടല്ലേ അല്ലേ? ഇന്നീ ജാഹിലും ഫില്ലി ഖലീഫ നിലയിൽ ഓലും നമ്മളൊക്കെ പെട്ടല്ലേ? നമ്മളെ ഹൃദയത്തിൽ എന്താണെന്ന് അറിയോ? ഈ കിബറും ഹസദും മുജുബും റിയാക്കണ്ട് അടിഞ്ഞുകൂടിയിട്ടേ നല്ല വാക്കുകളൊന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ സഹാബികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അവർ നേരം വെളുക്കോളം ഖുർആൻ ഓതി കരഞ്ഞ് നേരം വെളുക്കോളം എന്ത് ചെയ്യുമായിരുന്നു? ആ ഖുർആൻ ഓത്തിൽ അങ്ങനെ കരഞ്ഞിരിക്കുമായിരുന്നു. നമുക്ക് കരച്ചിൽ പോയിട്ട് 2 പേജ് ഓതാനുള്ള ഒരു മനസ്സ് നമുക്ക് എന്ത് ചെയ്യണില്ല, വരുന്നില്ല. അങ്ങനെ പറ്റൂല. നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് നമ്മൾ നേരാകണം, നമ്മളൊരു ഖൈറിന്റെ മാർഗത്തിലേക്ക് എത്തണം, എന്നാലേ അതുകൊണ്ട് കാര്യമുള്ളൂ. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത്, സ്വാലിഹീങ്ങളാകുന്ന ആളുകളെ പല രൂപത്തിൽ നമ്മൾ കാണും. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് പറയും, അംഗീകരിച്ചില്ലെങ്കിലും വിമർശിക്കാൻ പാടില്ല. ഇനി ആരിഫീങ്ങളെന്ന് മാത്രല്ല, ഒരു സാധാരണക്കാരനെ വിമർശിക്കാൻ പറ്റുമോ? ഒരു സാധാരണക്കാരനായ ഒരാളെ നമുക്ക് നോക്കിയിട്ട് അവനെ വിലയിരുത്താൻ നമുക്ക് പറ്റുമോ? ഇല്ല, നമുക്ക് അവനെ വിലയിരുത്താൻ പറ്റൂല. ഓൻ ഏത് സ്വഭാവക്കാരനാണ്? ചിലപ്പോ ഓന് നമ്മളറിയാത്ത ചില നന്മകൾ അവന് ചെയ്യുന്നുണ്ടാവും, നമ്മളറിയാത്ത പല കാര്യങ്ങളും അവനിലുണ്ടാവും.
നമ്മൾ ഓന്റെ ലാഹിറായ കാര്യങ്ങളിലേക്ക് നോക്കി അവൻ ഒന്നിനും പറ്റാത്തവനാണ്, ഓൻ വളരെ മോശപ്പെട്ടാണെന്നാണ് വിലയിരുത്തുകയാണ്. പക്ഷെ അള്ളാന്റെ അടുത്ത് അവൻ എന്തേക്കാരം? വലിയ ആളേക്കാരം. അതുകൊണ്ട് ഇന്നത്തെ കാര്യം നമ്മൾ മറക്കണ്ട. അള്ളാഹുവിന്റെ ആരിഫീങ്ങളുടെ കർമ്മങ്ങളുടെ ഇനങ്ങൾ വ്യത്യസ്തങ്ങളാണ്. എന്താ കാരണം? അള്ളാഹു താല അവരെ കൽബിലേക്ക് കൊടുക്കുന്ന നൂറാനിയ തജല്ലിയാത്തുകളുണ്ട്. അതിന്റെ അവസ്ഥകൾ വ്യത്യസ്തമായതിന് വേണ്ടി അവരുടെ സ്വഭാവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എന്താണ്? വ്യത്യസ്തങ്ങളാണ്. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ സ്വാലിഹീങ്ങളുമായിട്ടുള്ള സഹവാസം, അതാണ് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുക? ഉന്നതമായ മക്കാമിലേക്ക് എത്തിച്ച്. തിബിബ് തിബിൻ മിൻ തുബീബിൻ ഹാദികിൻ ദാ അൽ ഫുആദ്. തിബിബ് തിബിൻ മിൻ തുബീബിൻ, നീ നിന്റെ ഹൃദയത്തിന്റെ രോഗത്തിനിക്ക്, ഹൃദയത്തിന്റെ രോഗം മറിഞ്ഞ് ചികിത്സിക്കാൻ കഴിവുള്ള ആളുകളുണ്ട്. ദാ അൽ ഫുആദ്, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, അവരുമായി നീ ബന്ധപ്പെടണം. ത്വാലിബൻ തൂബാ ബി ത്വാബ ത്വാബലില്ലബ് താലിതാൽ എന്ന് പറഞ്ഞിട്ട് അല്ലഫൽ ബൈത്ത് പറയുന്നു. ഇപ്പൊ നമ്മളൊരു തലവേദന ഉണ്ടെങ്കിൽ നമ്മൾ തലന്റെ ഡോക്ടറെ പോയി കാണിക്കലില്ലേ? വയറുവേദന ഉണ്ടെങ്കിൽ ഗ്യാസ്ട്രോ കാണിക്കലില്ലേ? എല്ലിന് പ്രശ്നം വന്നാൽ ഓർത്തോ കാണിക്കലില്ലേ? ഓരോന്നിനും സ്പെഷ്യലിസ്റ്റായ ഡോക്ടർമാരുണ്ട്. എന്നതുപോലെ ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ രോഗം അറിഞ്ഞ് ചികിത്സിക്കാൻ കഴിവുള്ള സ്വാലിഹീങ്ങളാകുന്ന ആരിഫീങ്ങളാകുന്ന ഡോക്ടർമാരുണ്ട്. ആ ഡോക്ടർമാരടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോഴാണ് നമ്മളെ ഹൃദയത്തിനേക്ക് എന്താണ് അസുഖമുള്ളതെന്നും എന്താ നമ്മൾ എത്ര നേരാക്കിയിട്ടും നേരാകാത്തതും നമുക്ക് മനസ്സിലാക്കപ്പോഴാണ്. അങ്ങനെ അവര് തരുന്ന ചില മരുന്നുകളുണ്ട്. സുബഹിന്റെ നിസ്കാര ശേഷം നീ ഇത് കഴിച്ചോ, അല്ലെങ്കിൽ ളുഹുറിന് ശേഷം നീ ഇത് ചെല്ലിക്കോ, അസറിന് ശേഷം ചെല്ലിക്കോ, 24 മണിക്കൂറും ചെല്ലേണ്ട ചില കർമ്മങ്ങൾ തരും. അതിലൂടെ നമ്മൾ എന്താകും? ധാരാളം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള മരുന്ന് കഴിച്ചാൽ നമ്മളെ പനി അല്ലെങ്കിൽ മറ്റു അസുഖങ്ങൾ ഇങ്ങനെ മാറുന്നത് പോലെ ഹൃദയത്തിന്റെ രോഗം ഇങ്ങനെ ഇല്ലാതെയായി പോകും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. നമ്മുടെ ആത്മാവിനെ പൂർണ്ണമായും ശുദ്ധീകരിക്കുന്ന ഒരു യഥാർത്ഥ ഗുരുവിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എത്തിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.